ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പ്രഭാഷകൻ്റെ ഗ്രന്ഥത്തിൻ്റെ 3-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോകാം. അധ്യായം 47, ചോദ്യം 97. ആരുടെ കാലത്താണ് നാഥാൻ പ്രവചനം നടത്തിയത്? ഓപ്ഷൻ: ദാവീദ്, സാമുവേൽ, സോളമൻ. ഉത്തരം: ദാവീദ്. 47:1. 98. ദാവീദിനെ എന്തിനോടാണ് പ്രഭാഷകൻ 47:2 ഉപമിച്ചിരിക്കുന്നത്? ഓപ്ഷൻ: തേൻകട്ട എന്നതുപോലെ, മഞ്ഞുപോലെ, സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്നതുപോലെ. ഉത്തരം: സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്നതുപോലെ. 99. ദാവീദ് സിംഹത്തെ എന്തുപോലെ കണ്ട് കളിയാടിയെന്നാണ് പ്രഭാഷകൻ 47:3 പറയുന്നത്? ഉത്തരം: കോലാട്ടിൻകുട്ടി എന്നതുപോലെ, കരടിയെ ചെമ്മരിയാട്ടിൻകുട്ടിയെപ്പോലെയും. ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ല. 100. ചോദ്യം 100. ദാവീദ് കവണയിൽ കല്ല് ചേർത്ത് ആരുടെ അഹങ്കാരമാണ് തകർത്തത്? ഓപ്ഷൻ: രാജാവിൻ്റെ, ഫിലിസ്ത്യരുടെ, ഗോലിയാത്തിൻ്റെ. ഉത്തരം: ഗോലിയാത്തിൻ്റെ. 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ഇസ്രായേൽ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചത് ആരെയാണ്? ഓപ്ഷൻ: സാംസൺ, ദാവീദ്, സാമുവേൽ. ഉത്തരം: ദാവീദ്. 47:6. 102. ആരാണ് ഇന്ന് ശക്തിയറ്റവരായി കഴിയുന്നത്? ഓപ്ഷൻ: ഇസ്രായേൽ, ഫിലിസ്ത്യർ, അമ്മോന്യർ. ഉത്തരം: ഫിലിസ്ത്യർ. 103. ആരാണ് ബലിപീഠത്തിൻ്റെ മുൻപിൽ മധുരമായ ഗാനം ആലപിക്കാൻ ഗായകസംഘത്തെ നിയോഗിച്ചത്? ഓപ്ഷൻ: സാമുവേൽ, ദാവീദ്, സോളമൻ. 104. ഉത്തരം: ദാവീദ്. 104. അവിടുന്ന് അവന് രാജ്യത്വവും ഇസ്രായേലിന് മഹത്വത്തിൻ്റെ സിംഹാസനവും ഉടമ്പടിയും നൽകി എന്ന പ്രഭാഷകൻ 47:11 ആരെക്കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻ: സോളമൻ, മോശ, ദാവീദ്. ഉത്തരം: ദാവീദ്. 105. ദാവീദിൻ്റെ ബുദ്ധിമാനായ പുത്രൻ ആരാണ്? സോളമൻ, റഹോബാം, ജെറോബാം. ഉത്തരം: സോളമൻ. 106. ആരുടെ വിജ്ഞാനമാണ് ലോകമാസകലം വ്യാപിച്ചത്? ഓപ്ഷൻ: ദാവീദ്, സോളമൻ, റഹോബാം. ഉത്തരം: സോളമൻ. 47:15. 107. നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിൽ എത്തി. സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ 47:16 പറയുന്നത്? ഓപ്ഷൻ: സാംസൺ, ദാവീദ്, സോളമൻ. ഉത്തരം: സോളമൻ. 108. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ സോളമൻ സ്വർണവും വെള്ളിയും എന്തുപോലെയാണ് ശേഖരിച്ചത്? ഓപ്ഷൻ കൊടുക്കുന്നില്ല. ഉത്തരം: തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും. 47:19. 109. സോളമൻ എങ്ങനെയാണ് സൽകീർത്തിക്ക് കളങ്കം വരുത്തിയത്? ഓപ്ഷൻ: ദുർഭരണം കൊണ്ട്, സ്ത്രീകൾക്ക് അധീനനായി, ഭോഷത്വം കൊണ്ട്, സ്ത്രീകൾക്ക് അധീനനായി. 110. ആരുടെ ഭോഷത്വമാണ് രാജ്യം വിഭജിക്കാൻ കാരണമായത്? ഓപ്ഷൻ: ദാവീദിൻ്റെ, റഹോബാമിൻ്റെ, സോളമൻ്റെ. ഉത്തരം: സോളമൻ്റെ. 111. ആരിൽ നിന്നാണ് ഉദാത്തമായ ഒരു രാജ്യം ഉയർന്നു വന്നത്? ഓപ്ഷൻ: എഫ്രൈമിൽ നിന്നും, ഫിലിസ്ത്യരിൽ നിന്നും, ബെഞ്ചമിനിൽ നിന്നും. ഉത്തരം: എഫ്രൈമിൽ നിന്നും. 112. സോളമൻ്റെ പുത്രൻ്റെ പേര് റഹോബാമോ? 113. ആരാണ് വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനും? റഹോബോവാം. 114. നെബാത്തിൻ്റെ പുത്രൻ ആര്? ജെറോബോവാം. 115. എഫ്രൈമിനെ പാപമാർഗത്തിൽ നടത്തിയത് ആര്? ജെറോബോവാം. റഹോബോവാം, ജെറോബോവാം എന്നീ വ്യക്തികളെക്കുറിച്ച് വേറെ ഏത് ഗ്രന്ഥത്തിലാണുള്ളത്? 1 രാജാക്കന്മാർ 12-ാം അധ്യായത്തിൽ. 117. പ്രഭാഷകൻ 48. ക്വസ്റ്റ്യൻ 117. ഏലിയ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? ഓപ്ഷൻ: അഗ്നി പോലെ, കാറ്റുപോലെ, മഞ്ഞുപോലെ. ഉത്തരം: അഗ്നി പോലെ. 48:1. 118. അത്ഭുത പ്രവൃത്തികളിൽ മഹത്വമുള്ളവൻ ആര്? ഓപ്ഷൻ: യെശയ്യാ, ഏലിയ, ജെറമിയ. 48:4. 119. ആരുടെ വാക്കുകൾ കൊണ്ടാണ്
ഏലിയ ആകാശവാതിലുകൾ അടച്ചത്? ഓപ്ഷൻ നിത്യപിതാവിൻ്റെ, കർത്താവിൻ്റെ, അത്യുന്നതൻ്റെ. ഉത്തരം കർത്താവിൻ്റെ. 120. ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. ആരുടെ വാക്കുകൾ കൊണ്ടാണ് ഉയർപ്പിച്ചത്? ഓപ്ഷൻ സൃഷ്ടാവിൻ്റെ, അത്യുന്നതൻ്റെ, കർത്താവിൻ്റെ. ഉത്തരം അത്യുന്നതൻ്റെ. 121. ആരാണ് ഹോറബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികൾ ശ്രവിച്ചത്? ഓപ്ഷൻ മോശ, ഏലിയ, യെശയ്യ. ഉത്തരം ഏലിയ. 122. അശ്വങ്ങളുടെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ സംഭവിക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ മോശ, ഹെനോക്ക്, ഏലിയ. ഉത്തരം 48:9 ഏലിയ. 123. ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തപ്പോൾ അവൻ്റെ ചൈതന്യം ആരിലാണ് നിറഞ്ഞത്? ഓപ്ഷൻ ജോഷുവ, യെറമ്യ, എലീഷ. ഉത്തരം എലീഷ. 48:12. 124. ജീവിച്ചിരുന്നപ്പോഴെന്നതുപോലെ മരിച്ച ശേഷവും അവൻ അത്ഭുതം പ്രവർത്തിച്ചു. ആരെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്? ഓപ്ഷൻ ഏലിയ, എലീഷ, യെശയ്യ. ഉത്തരം എലീഷ. 125. ആരുടെ കാലത്താണ് ഇസ്രായേൽ ജനം ഭൂമിയിലെങ്ങും ചിതറിയത്? ഓപ്ഷൻ ഹെസക്കിയ, ഏലിയ, എലീഷ. ഉത്തരം എലീഷ. 126. ദാവീദിൻ്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരങ്ങളോടുകൂടി അവശേഷിച്ചത് ആര്? ഓപ്ഷൻ ജനത്തിൽ ഒരു ചെറിയ ഗണം, ഒരു ഗോത്രം, കുറച്ച് നേതാക്കൾ. ഉത്തരം ജനത്തിൽ ഒരു ചെറിയ ഗണം. 126. ആരുടെ ഭരണകാലത്താണ് നഗരം മതിൽ കെട്ടി ഉറപ്പിക്കുകയും ഇരുമ്പ് കൊണ്ട് പാറ തുറന്ന് കുളങ്ങൾ കുഴിക്കുകയും ചെയ്തത്? ഓപ്ഷൻ ഏലിയ, എലീഷ, ഹെസക്കിയ. ഉത്തരം ഹെസക്കിയ. 127. ഹെസക്കിയായുടെ നാളുകളിൽ ആരാണ് രാജ്യം ആക്രമിച്ചത്? ഫെലിസ്ത്യർ, അമോന്യർ, സെന്നാകെരീബ്. ഉത്തരം സെന്നാകെരീബ്. 128. പ്രഭാഷകൻ 48-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന പ്രവാചകന്മാർ ആരെല്ലാം? ഓപ്ഷനില്ല. ഇത് 4 പ്രവാചകന്മാരുമുണ്ട്. ഏലിയ, എലീഷ, ഹെസക്കിയ, യെശയ്യ. 129. ആര് മുഖേനയാണ് സെന്നാകെരീബിൽ നിന്നും കർത്താവ് ജനത്തെ രക്ഷിച്ചത്? ഓപ്ഷൻ ജെറമ്യ, ഹെസക്കിയ, യെശയ്യ. ഉത്തരം യെശയ്യ. 130. ആരാണ് 3 പ്രാവശ്യം അഗ്നി ഇറക്കിയത്? ഓപ്ഷൻ യെശയ്യ, ഏലിയ, എലീഷ. ഉത്തരം ഏലിയ. ഇത്രയും ഭാഗം ശ്രവിച്ചതിന് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. താങ്ക്സ്.